നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് പോർച്ചുഗലിലെ ഞങ്ങളുടെ യാത്രയുടെ മൂന്നാമത്തെ ദിവസം പോർച്ചുഗലിലെ ഒരു ഹിഡൻ ബീച്ചായ പ്രയാഡോ ജോവ ആരൻസ് എന്ന ബീച്ചാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. സ്വച്ഛസുന്ദരമായിട്ട് നമുക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാവുന്ന വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ബീച്ചാണിത്. പോർട്ടിമയോ റീജിയൻ അടുത്തായിട്ടുള്ള പോർച്ചുഗലിലുള്ള അൽഗാർവിലാണ് ഈ ബീച്ച് ഉള്ളത്. നല്ല പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ പറ്റുന്ന പ്രശാന്ത സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്ന ക്ലിഫൊക്കെയാണ്. ഉയർന്ന ക്ലിഫും ഗോൾഡൻ സാൻഡും ടർട്ടോയ്സ് നിറത്തിലുള്ള കടൽ വെള്ളവും എല്ലാം കൂടെ ചേർന്നൊരു നല്ലൊരു വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല, എന്നാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അന്തരീക്ഷമായതുകൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടും. വളരെ ഇടുങ്ങിയ ക്ലിഫിലൂടെ ഇങ്ങനെ നടന്നിറങ്ങണം. ബോട്ട് സർവീസും ഉണ്ട്, പക്ഷേ ഞങ്ങൾ നടന്ന് തന്നെ പോയി. ഇങ്ങനെ പല സംഗതികളും പല കടൽ തിട്ടകളും ഇങ്ങനെ ഒറിജിനലായിട്ട് തന്നെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഹിഡൻ പ്ലേസാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഒരു ടാക്സി വിളിച്ച് ഒരിടത്ത് വരെ പോയിട്ട് ഒരു 2-3 കിലോമീറ്ററോളം നടന്നിട്ടാണ് അവിടെ എത്തിയത്. ചെറിയ വഴിയിലൂടെ ഇറങ്ങി പോയി. നല്ല പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്ലേസാണിത്. റെസ്റ്റോറൻറ്റും ഒന്നുമില്ല, ലൈഫ് ഗാർഡ്സും ഒന്നുമില്ല. എന്നാൽ പ്രകൃതി തന്നെ നമ്മളെ ഒരു പ്രത്യേകിച്ചൊരു ഉന്മേഷഭരിതരാക്കുന്ന ഒരു നല്ല ഒരു കാലാവസ്ഥ. ഇത് കണ്ടോ, ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ അതുപോലെ തന്നെ ബീച്ച് കടലെടുത്ത സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സൺസെറ്റ് വളരെ മനോഹരമാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോയത്. ഓറഞ്ചും പിങ്കും കലർന്ന നിറത്തിലുള്ള ഒരു മാന്ത്രിക അനുഭവം കിട്ടുമെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അതേപോലെ തന്നെ പ്രയാഡോ ജേർഡിൻ ആരൻസ് എന്ന് പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അവിസ്മരണീയമായിട്ടുള്ള ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ നമുക്ക് നിശബ്ദതയിൽ കുറച്ച് സമയം ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. പോർച്ചുഗലിൽ പോകുന്നവർ ഉറപ്പായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. എത്ര സമയം ഇരുന്നാലും അവിടെ നിന്ന് ബോറടിക്കത്തില്ല. അതാണ് ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തൊരു പ്രത്യേക സംഗതി. ഒരു അവിസ്മരണീയ അനുഭവം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ യാത്ര എന്നും തിരക്ക് പിടിച്ചതാണ്. നമ്മുടെ ജീവിതം തിരക്ക് പിടിച്ചാണ്. യാത്ര എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന തിരക്ക് പിടിച്ചാണ്. എന്നാൽ കുറച്ച് സമയം നിശബ്ദതയുടെ ബീച്ചിലിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അവിസ്മരണീയമാണ്. ഒരിക്കലും നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അവിസ്മരണീയമെന്ന് തന്നെ പറയാം. അത് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. പോർച്ചുഗലിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ പറഞ്ഞ പോലെ മറക്കാതെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു അനുഭവം പ്രദാനം ചെയ്യും. സംശയമില്ലാത്ത കാര്യമായി. ഈ മലനിരകളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ ആ ബീച്ചിൽ ആ ഗോൾഡൻ കളറിലുള്ള മണലും നല്ല ടർക്കോയിസ് കളറിലുള്ള നീലയും പച്ചയും കൂടെ ചേർന്നിട്ടുള്ള കടൽ വെള്ളവും ഒക്കെ നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. നല്ല കഷ്ടപ്പെട്ടാണ് ഇവിടെ പോയി വീഡിയോ എടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മനോഹരമായിട്ടുള്ള ആ വാക്ക് കണ്ടില്ല, അതാണ് തടി കൊണ്ടുണ്ടാക്കിയ ഒരു വാക്ക്. ഒരു കിലോമീറ്ററോളം അതുവഴി നടക്കാനായിട്ട് നമുക്ക് പറ്റും. നല്ല ഒരു അവിസ്മരണീയമായിട്ടുള്ള അനുഭവമാണ് ആ വാക്കിൽ കൂടെ നടന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. നിങ്ങൾ വീഡിയോകൾ കാണണം, ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ മുകളിൽ കൂടെയുള്ള ചെറിയൊരു യാത്രയാണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ആ ബീച്ചും കൂടെ കവർ ചെയ്തുകൊണ്ട് അതും കൂടെ ഉൾപ്പെടുത്തിയതെടുത്ത് ബീച്ചിൻ്റെ ചുറ്റും പോകുന്നൊരു കുഞ്ഞു ബസ്സാണത്. അപ്പം ഇങ്ങനെ വളരെ നല്ലോണം അവർ കീപ്പ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ സന്ധിക്കും വരേക്കും വണക്കം. ഈ വീഡിയോ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ നൗ. പിന്നെ കാണാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. താങ്ക്സ് അഗെയിൻ. ബൈ ബൈ നൗ.